നമുക്കിവിടെ ഇപ്പോൾ 1800 കാലഘട്ടങ്ങൾ 800 1900 കാലഘട്ടത്തിലെ വനിതകൾക്ക് വോട്ട് വരെ കിട്ടിയുള്ളത് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷ ബി യുദ്ധത്തിന് വരെ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അന്ധമായിട്ടൊരു കാര്യത്തെ വിമർശിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു വിടരുത്. അത് വലിയ ഗുരുതരമായ ഒരു പിഴവാണെന്ന് ഞാൻ നിങ്ങളോട്. ആയിഷ ഏതോ വലിയ യുദ്ധം നയിച്ചു എന്നാണ് പറയുന്നത്. അതിവിടെ ചെറിയ സൂചന തന്നു. എന്നാലും ഞാൻ അതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. ആയിഷ യുദ്ധം നയിച്ചു, ശരി, സമ്മതിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി സമ്മതിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എപ്പോഴും പറയാറ് ഇസ്ലാമിലെ യുദ്ധം മുഴുവൻ ശത്രുക്കളുമായിട്ടായിരുന്നു, അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും. ശത്രുപക്ഷത്തെ എപ്പോഴും നിർത്താറ് ഒന്നുകിൽ ക്രിസ്ത്യാനി, അതല്ലെങ്കിൽ ജൂതൻ, ഇപ്പൊ സംഘി. ഇവിടെ ഈ ആയിഷ നയിച്ച യുദ്ധത്തിന്റെ ശത്രുപക്ഷത്ത് ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ അതും കൂടി പറയണം. എന്നിട്ട് മതി ആ യുദ്ധം നയിച്ചത് എന്ത് കാരണത്തിനായിരുന്നു എന്നും എന്തിനായിരുന്നു എന്നും പറയേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം അവിടെ ആയിഷ നയിച്ചത് സ്വന്തം ബന്ധുക്കൾക്ക് നേരെ, അത് മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധുക്കൾക്ക് നേരെ അലിയുമായിട്ട് നടന്ന ആ കച്ചറയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു യുദ്ധമെന്നൊന്നും വിളിക്കേണ്ട, കശപിശ എന്ന് വിളിച്ചാൽ മതി. അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്.